ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഈ ഒരു വ്ളോഗിൽ ഗൈസ് ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കല്യാണം പ്ലസ് സംഗീത് പരിപാടി കവർ ചെയ്യുന്ന ഒരു വ്ളോഗാണ്. നമ്മുടെ ഒരു കുറച്ചിട്ട് പേഴ്സണൽ സംഭവമാണ്. നമ്മളെ റിലേറ്റീവ്സും പരിപാടി എല്ലാവരെയൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ്. അപ്പം ആ ഒരു എന്താ പറയുക, ഇതൊരു എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി എടുക്കുന്ന വ്ളോഗാണ്. സോ യു ഗൈസ് ആർ ഫ്രീ ടു സ്കിപ്പ്. കാണാൻ താല്പര്യമില്ലെങ്കിൽ പക്ഷേ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ക്യാപ്ചർ ആ ഒരു മൊമെൻറ്റ്സും പരിപാടികളും. നമ്മളെ ഒരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് എല്ലാവരെയും കാണുന്നത്. സോ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് സ്പെഷ്യൽ ടു മീ. നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ബിക്കോസ് എല്ലാവരും എത്രയോ വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. പോയിട്ട് വരാം. ഇവിടെ ഇപ്പോൾ സംഗീതം നമ്മളിവിടെ ചക്കോളാസി വെച്ച് കൊച്ചിയിലാണ് നടക്കുന്നത്. വെഡ്ഡിങ് മറ്റന്നാ തൃശ്ശൂർ വെച്ചാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഒരൊറ്റ വ്ളോഗായിട്ടായിരിക്കും വരുന്നത്. സോ എനിക്ക് അറിഞ്ഞൂടെ ആർക്കൊക്കെ വ്ളോഗിൽ വരാൻ താല്പര്യം ഉണ്ടാവും നമ്മൾ റിലേറ്റീവ്സിൽ. പക്ഷേ ഞാൻ മാക്സിമം നോക്കാം. വരുന്നവരെ മാത്രമേ ഇതിൽ ഞാൻ കാണിക്കത്തുള്ളൂ. അല്ലാത്ത ജസ്റ്റ് ആ ഒരു ഇവൻറ്റും സംഭവങ്ങളും മാത്രമേ ഞാൻ കാണിക്കും. ഫുഡ് വല്ലതും കഴിക്കുന്നെങ്കിൽ അതിൻ്റെ വ്ളോഗും ഇത് തന്നെ ആയിരിക്കും ഗൈസ് ഈ ഒരു വ്ളോഗിൽ വരുന്നത്. സോ ലെറ്റ് സി. സിസ്റ്ററും പിള്ളേരും ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഷാജിനൊരു ഷൂട്ട് ഉണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സിങ് ചെയ്ത്. ഇതാണ് എൻ്റെ സൂപ്പർ ഡ്രൈയുടെ പുതിയ ഷർട്ട് ഗൈസ്. എങ്ങനെ ഉണ്ടെന്ന് പറയുക. ഞാൻ ഒന്ന് മറ്റേ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടാണ് നിങ്ങൾ. അപ്പോൾ അതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഓഫ് ദ നൈറ്റ്. രാത്രിയാണ് ഗൈസ്. അപ്പം നേരെ നമ്മൾ ചക്കോളാസിൽ പോകുന്നു. ലെറ്റ് സീ വാട്ട്സ് ഹാപ്പനിങ് ദർ. സീ യു ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മുടെ ജുജു ഡുഡു കല്യാണമല്ല, ഇതെന്ന് പറയുന്നത് നമ്മൾ സംഗീത്. അപ്പോൾ അവിടെ ഫുള്ള് തിരക്കാണ്. എല്ലാവരും ഫുഡ് അടിക്കുന്ന തിരക്കിലാണ്. ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ദിസ് ഈസ് മൈ ഡാഡി, മൈ വാപ്പ. കുറച്ച് നാളായി നമ്മൾ സെയിമാണ്. ഒരേ തൊപ്പിയൊക്കെ വെച്ച് ഒരേ ലുക്കിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഡാഡി എല്ലാം സെയിം കേട്ടാ. എനിക്ക് വലിയ പ്രായം ആയില്ല, പക്ഷേ ആരാന്നുള്ള സെറ്റപ്പാണ്. അപ്പോൾ പട്ട ലുക്കാണ് കേട്ടോ. തൊപ്പിയൊക്കെ വെച്ച് നമ്മളെ കോപ്പി അടിക്കുകയാണ് കേട്ടോ. ഫുഡ് ബ്ലോഗിങ് ഫുഡി. ഇത് എൻ്റെ കസിൻ ഷൈനി. ഇവരെയൊക്കെ ഞാൻ പറഞ്ഞേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അതുകൊണ്ട് ഇതൊരു റീയൂണിയൻ വ്ളോഗായിട്ട് നിങ്ങൾ എടുക്കുക. ഇത് അവളുടെ മോൻ. എന്താ പേര് പറ. അവനിഷ്ടമല്ല, അവന് പ്രൈവസി. അവൻ്റെ എടീ ഇത് ക്യാമറയാണ്. യു വാണ്ട് സേ ഹായ്? വേണ്ടേ? ഇല്ലല്ല, അവൻ്റെ നാണമാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ നിർബന്ധിക്കില്ല. പക്ഷേ അവൻ്റെ പ്രൈവസി അവൻ ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ കളിക്കുകയാണ് കേട്ടാ. അവൻ കളിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അത് ഞാൻ ഫുഡ് എടുക്കട്ടെ. നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴേ എടുക്കുകയുള്ളൂ. അങ്ങനെ നാച്ചുറലായിട്ട് തന്നെ വേണം എടുക്കണുണ്ട്. ഇതാണ് ഗൈസ്. ഇതാര് ഞാൻ വ്ളോഗ് ചെയ്യണതിൻ്റെ ഇടയിൽ പുള്ളി മറ്റേ മൊബൈൽ ഫോൺ കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടാ. ഇത് മറ്റേ ലണ്ടൻ വ്ളോഗ്. അപ്പം മോനു അവൻ ഭയങ്കര ഗ്രാൻഡ് ഫുഡിയാണ് കേട്ടാ. ഇതെൻ്റെ മാമി, ഇതെൻ്റെ കസിൻ ഡാഷ, ഇതെൻ്റെ കസിൻ, ഇതെൻ്റെ ചേച്ചി, ഇത് പെങ്ങളായിട്ട് വരും. അവളെ എല്ലായിടത്തും കാണാം. ഇത് നമ്മളെ ഒരേ ഒരു മൂത്താളിയൻ ലണ്ടനിലെ ഭയങ്കര ഫുഡിയാണ് ഗൈസ്. ഇവരെ നിന്നൊക്കെ കണ്ടാണ് നമ്മൾ ഫുഡിങ് തുടങ്ങിയത് കേട്ടാ. 2 പ്ലേറ്റിൽ തിന്നുന്ന താത്ത. അങ്ങനെ ചുമ്മയാണ് ഗൈസ്. 2 പ്ലേറ്റിൽ എടുത്തുകൊണ്ട് തിന്നാനാണ്. അതാണ് പ്ലാൻ. അതെ, വേറെ ആരൊക്കെ ഉണ്ട് നോക്കട്ടെ. ഇത് നമ്മുടെ ആലുവ കസിൻ മിസ്റ്റർ മുന്ന. മിണ്ടാതെ തിന്നുന്നു നോക്കിയാണ്. ഭയങ്കര കിടിലാണ് കേസ്. ആലുവ ഡോണാണ്. പിന്നെ ആലുവയിലുള്ള എല്ലാവർക്കും അറിയാം. പണ്ട് പോലെ സുമോ. വേറെ കാറ് സഫാരി ഇല്ലായിരുന്നു പണ്ട്. അപ്പോൾ കാറ് കൊണ്ട് മാജിക് കാണിക്കുന്ന മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. ചെറിയ സ്പീഡിലൊന്നും അല്ല പോകുന്നത്. പുള്ളി പണ്ടേ ഭയങ്കര പുലിയാണ് വണ്ടി ഓട്ടിക്കില്ല. ഇത് നമ്മുടെ മച്ചാൻ മിസ്റ്റർ ഷിബു മച്ചാൻ. പുള്ളിയൊക്കെ പഴയ കിടിലോണ് കേട്ടാ. ഇപ്പൊ ഇൻഷുറൻസ് ഫീൽഡിലാണെന്നേ ഉള്ളൂ. അതും വിട്ടാ. ഇപ്പൊ ഏത് ബാങ്കാ? വണ്ടിയുമാണ് കേസ്. പണ്ടേ കുറച്ച് ഞാൻ പറഞ്ഞേ ഹൈഫൈ സെറ്റപ്പാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം ഗൈസ്. ആദ്യം കുറച്ച് ഫുഡ് എടുക്കട്ടെ. അങ്ങനെ ഗൈസ്, ഫുൾ ഭയങ്കര വൻ സെറ്റപ്പ് കൗണ്ടറാണ്. പക്ഷേ ഞാൻ ആകെ ഈ മട്ടൻ ബിരിയാണി മാത്രമേ കഴിക്കുന്നുള്ളൂ. എനിക്കത് മതി. ബിക്കോസ് ഓൾറെഡി കൊക്കോട്ടറിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അപ്പം ലെറ്റ്സ് സീ ഗൈസ്, കഴിച്ചിട്ട് വരാം. ഇതാണ് പെണ്ണിൻ്റെ ഡാഡിയെ കണ്ടിട്ട് ചുള്ളൻ ഡാഡി കണ്ടു കഴിഞ്ഞാൽ ഞാനാണ് മുറ്റാപ്പാന്ന് തോന്നുന്നു കേട്ടാ. പുള്ളി ഇപ്പോഴും മറ്റേ ചുള്ളനായിട്ട് നടക്കുകയാണ് കേട്ടാ. ഈ ഡൈയുടെ ലിങ്ക് എനിക്ക് വേണം. പിന്നെ ഈ കറുത്തിരിക്കണതിന്റെ കറുപ്പിച്ചേക്കണേന്റെ ഡൈ, ആ ലിങ്ക് ഇല്ലല്ലോ. എന്തോ അടിക്കുന്നുണ്ട് കേട്ടാ. ഒന്നുമില്ല, ഒരു നാച്ചുറൽ അല്ല. കണ്ടറിയാം എന്തോ കളറുണ്ട് അതില്. അതിന്റെ ലിങ്ക് എനിക്ക് വേണം. അത് അടിച്ചിട്ട് വേണം എനിക്ക് നടക്കാം. ഇവിടെ മാത്രം വെളുപ്പിച്ചിറങ്ങാൻ. എങ്ങനെയാണ്? ഹൗ ആർ യു ഫീലിംഗ് ബീയിങ് എ പ്രൗഡ് ഡാഡി? കല്യാണം എല്ലാം കഴിഞ്ഞല്ലോ. ഇനിയിപ്പം ലാസ്റ്റ് ഓഫ് ദ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അങ്ങനെ ഗൈസ്, നമ്മളൊന്ന് വിശേഷം പറയട്ടെ ഗൈസ്. ഡെസേർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. നെയ് പായസം, സിക്കി ടോഫി പുഡിംഗ്, ഐസ്ക്രീം. ഒടുക്കത്തെ കോമ്പിനേഷനാണ് ഗൈസ്. കഴിച്ചു നോക്കാം. ലെറ്റ്സ് സീ കൊള്ളാവോ ഇല്ല എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കട്ടെ.
എന്താണ് ഇവിടെ എന്താ വസാബി ആദ്യമായിട്ടാണ് കഴിയുന്നത്. വസാബി ഇതൊക്കെയാണ് വസാബി ഒരു ആസ്തറ്റിക് ഗൈസ്. നല്ല ടേസ്റ്റ് കേട്ടോ. പായസവും ഐസ്ക്രീമും. എന്നാ വെച്ചാൽ ആദ്യമായിട്ടാണ് വസാബി കഴിക്കണേന്ന് തോന്നുന്നു അല്ലേ? മതിയായി. ഒരു സ്പൂൺ എടുത്ത് കൊടുത്തേ. നമ്മുടെ ഫേവറേറ്റ് സെക്ഷൻ ടീ കൗണ്ടർ. കട്ടൻ ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. കട്ടൻ ചായ കുടിക്കാൻ നിൽക്കുന്ന മച്ചായും രീതി. നമ്മുടെ മെയിൻ സാധനം ഇതാണ്. ഇത് പല ടൈപ്പ് ചായ ഉണ്ടല്ലോ. ഇതൊക്കെ സ്പെഷ്യാലിറ്റി കോൺ ചായ. സ്പെഷ്യാലിറ്റി ഡിഫറെന്റ് മലയാളിയാണ് സുലൈമാൻ. സുലൈമാനാണ്. വെൽക്കം ടു മൈ വ്ളോഗ്. എടാ പേരെന്തോ നിന്റെ പേരെന്താ? നിനക്ക് നാണമാണേ? കുഴപ്പമില്ല ഗൈസ്, അവൻ കുറച്ച് നാണമാണ്. അതുകൊണ്ട് തൽക്കാലം ചായ ടേസ്റ്റ് നോക്കട്ടെ. അവൻ്റെ ചായ എങ്ങനെ ഉണ്ടോ നോക്കാം. കൊള്ളാം. പഞ്ചാര ഇടാൻ മറന്നുപോയി, പക്ഷേ കൊള്ളാം. നൈസ്, നല്ല ഫ്ലേവർ. എനിക്ക് പഞ്ചാര ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് പഞ്ചാര ഇല്ല. കട്ടൻ അടിച്ചിട്ട് വരാം. ഇതാണ് പെണ്ണിന്റെ ഉമ്മ. ഇത് പെണ്ണിന്റെ സിസ്റ്റർ. എവിടെ പെണ്ണവിടെ? ഇതാണ് ചെറുക്കൻ. പെണ്ണും ചെറുക്കനും. ഹായ്. സെൽഫി എടുത്തിട്ട് വരാം. മാൻ, നമ്മളിവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് വിത്ത് ഷോമി 17 അൾട്രാ. ഇവള് ലണ്ടനിൽ നിന്ന് വന്ന ഒരു ശല്യമാണ്. അവള് പണ്ടേ എവളെ കാട്ടി പ്രായം കുറവാണ് എനിക്ക്. എത്രയോ മാസത്തിന് ഇളയതാണ് ഞാൻ. എന്താ ഡൈ അടിച്ച് നടക്കണം അവള്. യങ് ലുക്ക് കേട്ടാ. ഇവരൊന്നും മുടി കളക്കാതെ വന്നത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഇവരുടെ എല്ലാരും കൂടെ നര എനിക്കാണ് കിട്ടിയെന്ന് പറയണ്ട. എല്ലാരും കൂടെ ഉള്ള ശരിയാണ്ടാ. പണ്ടേ നമ്മൾ രണ്ടും ഒരേപോലെയാണ് അടി വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഈവൻസിലാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇപ്പോഴാണ് ഈ ആഘോഷം തുടങ്ങിയത്, ബർത്ത്ഡേ ഒക്കെ. അപ്പോൾ അങ്ങനെ ഗൈസ്, ഇന്നത്തെ പരിപാടിയൊക്കെ ഒന്ന് എൻജോയ് വരെയാണ്. വി ഹാഡ് ഗുഡ് ഫൺ. ഇനിയിപ്പോൾ കല്യാണമുണ്ട്. നേരെ ഇനി അടുത്തത് കല്യാണ വ്ളോഗായിരിക്കും. ഇവിടെ നിന്ന് നേരെ എനിക്ക് തോന്നുന്നു ഒരു കാര്യം ചെയ്യാൻ കഴിയും. ഞാൻ ഈ വ്ളോഗിൽ തന്നെ കല്യാണത്തിൻ്റെ ഫുട്ടേജും കാണിക്കാം. സോ രണ്ടും കൂടെ ചേർന്നൊരു വ്ളോഗായിരിക്കും. സോ ലെറ്റ്സ് സീ ഗൈസ്. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നേരെ വീട്ടിൽ പോവാണ്. ടേക്ക് കെയർ ഗൈസ്. ലവ് യു ഓൾ. ബൈ. അങ്ങനെ അവളുടെ ബർത്ത്ഡേ തുടങ്ങിയിരിക്കുകയാണ്. അടുത്ത വ്ളോഗ് ബർത്ത്ഡേ വ്ളോഗായിരിക്കും ഗൈസ്. അവള് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. സ്വന്തമായിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഇതുപോലൊരു വിഷയം നടക്കുന്നത് അങ്ങനെ ഗൈസ്, സംഗീത് ബർത്ത്ഡേ പാർട്ടിയായി മാറിയിരിക്കുകയാണ്. രണ്ട് വാക്ക് പറയും ബർത്ത്ഡേ ആയിട്ട്. എന്താണ് നീ പറയാനുള്ളത്? എനിക്ക് എൻ്റെ ഭയങ്കര നോസ്റ്റാൾജി. അതായത് എൻ്റെ പണ്ട് കുഞ്ഞിലെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അതേ ഗാലറിക്ക് പോലെ അന്ന് എനിക്ക് ഗിഫ്റ്റായിട്ട് കോംപ്ലാനും ബൂസ്റ്റും ഹോർലിക്സും കുളിക്കാൻ വേണ്ടി അടുത്തൊരു 6 മാസത്തേക്ക് എനിക്ക് ഒന്നിന്റെ ആവശ്യമില്ല ഈ പാലിന് കളിക്ക്. സോ ഭയങ്കര സ്പെഷ്യൽ. After these many years അത് ആ ഒരു ഇത് റീക്രിയേറ്റ് ആയതുപോലെ ആ ഒരു ഫൈനലി
ഹായ് ഗൈസ്, അങ്ങനെ വെൽക്കം ബാക്ക്. നമ്മൾ സംഗീത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെഡ്ഡിങ് ഡേ ആണ്. ഇതിപ്പോൾ തൃശ്ശൂരിലാണ് ഗൈസ് ലൊക്കേഷൻ. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി. കല്യാണം കഴിഞ്ഞൊന്നും അറിഞ്ഞുകൂടാ. വി ആർ വെരി പങ്ക്ച്വൽ. എവളാണ് ഡീലേ അടിച്ചത്, മേക്കപ്പ് ഒക്കെ ചെയ്തത്. ഗൈസ് ഈ ഡ്രസ് കോഡൊക്കെ വെച്ചാലുള്ള കുഴപ്പം ഇതാണ്. ഞാനല്ലേ ജീൻസ് ഇടുക, ഷർട്ട് ഇടുക, ഇറങ്ങി ഓടുക. ഞാൻ നേരത്തെ രാവിലെ റെഡിയായി നിന്നതാണ്, പക്ഷേ ഇവർ റെഡിയാവാൻ താമസമുണ്ട്. ഞാനത് ഡ്രൈവിങ്ങിൽ തീർത്തു ആ ഒരു ബാലൻസ്. പെട്ടെന്ന് എത്തി, പക്ഷെ ചെറിയായിട്ട് ഡിലേ ആയിട്ടുണ്ടോ എന്നൊരു സംശയം. എന്തായാലും അകത്ത് കയറിയിട്ട് വരാം ഗൈസ്. അതായത് നമ്മൾ കയറി ഫോട്ടോ എടുത്തിട്ട് വരാം, അല്ലെങ്കിൽ ഇപ്പം തിരക്ക് കൂടി കഴിഞ്ഞാൽ പണിയാണ്. വീണ്ടും ഇയാൾ നമ്മളെ വിടില്ല. അതാ ഇവള് വീണ്ടും മാക്രോ ആംഗിളാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഉണ്ടെന്നിട്ട് തന്നെ നല്ല വൃത്തികേടായിരിക്കും. ഓക്കെ ഗൈസ്, ഇത് എൻ്റെ കസിനാണ്. അവള് റെഡി ആയിട്ടൊക്കെ വന്നു. ഇത് എല്ലാവരും നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ലെറ്റ്സ് സീ. നമ്മളെ എൽഡേഴ്സ് ആയതുകൊണ്ട് അനുഗ്രഹിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, നമുക്ക് വിളിക്കണ്ടേ? നമ്മളെ ഗ്യാങ്ങൊക്കെ ആയതേ ഉള്ളൂ ഗൈസ്. കയറിയിട്ട് വിളിച്ചിട്ട് വരാം. ബൈ. മിററായിട്ട് എടുത്തോ? ആ, അത് നമ്മളെ പിള്ളേരാണ് ഗൈസ്. അവൻ്റെ മിററായിട്ട് യൂസ് ചെയ്യണം വ്ളോഗിനെ. എല്ലാവർക്കും മിററായിട്ട് യൂസ് ചെയ്യും. ഹേ ഗൈസ്, കൺഗ്രാറ്റുലേഷൻസ് ഫൈനലി. ഇത് എൻ്റെ ലൈവാണ് ഗൈസ്, എൻ്റെ യൂട്യൂബ്. അപ്പോൾ ഗൈസ്, മെയിൻ പരിപാടിയായ ഫുഡ് അടിയിലോട്ട് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മൾ മെയിൻ പരിപാടിയിലോട്ട് കടക്കുകയല്ലേ ഗൈസ്? വിശന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം. വരൂ. അപ്പോൾ ഗൈസ്, സദ്യയാണെന്നാണ് ഞാൻ കേട്ടത്. ഗൈസ്, ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ കുറച്ച് തിരക്കുണ്ട് ഗൈസ്, വേണ്ട ഫുള്ളാണ്. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് വരാം ഗൈസ്. നല്ല പാടുപെട്ട് നമുക്ക് കുറച്ച് സീറ്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി സദ്യ അടിച്ചിട്ട്, ബിരിയാണി അല്ലേ ഇന്ന്, സദ്യയാണ്. ഒരു ചേഞ്ചിന് അവിടെ സീറ്റിന് വേണ്ടി അടി ഇറക്കുകയാണ് ഗൈസ്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മളിനി സദ്യ വരുമ്പോൾ വീണ്ടും വരുന്നതായിരിക്കും. അങ്ങനെ ഗൈസ്, പായസം തിന്നാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ഈ ചൂടത്ത്. ബോളിയും പായസവും. എടാ ജിബോച്ച മച്ചാനും ബോളിയും പായസം ഫാനാണ്. അവരെല്ലാവരും പായസം ഫാനാണ്. തിരുവനന്തപുരം സദ്യ ഇസ് ദ ബെസ്റ്റ്. അവിടെ തൃശ്ശൂർ കുറേ ഫുഡ് ബ്ലോഗേഴ്സായിട്ട് നമ്മൾ അടികൂടിയതേ ഉള്ളതെന്നുള്ളൂ ലാസ്റ്റ് ബ്ലോഗിൽ. ഓഫ് കോഴ്സ്, അതൊരു മാറ്റമില്ല ഗൈസ്. നമ്മൾ ആ ഒരു ഡിബേറ്റ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ട്രിവാൻഡ്രം സദ്യ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സദ്യ, അതിലൊരു മാറ്റമില്ല. പിന്നെ പപ്പടം ലാവിഷായിട്ട് കിട്ടും തിരുവനന്തപുരത്ത്. നമുക്ക് ആ ഒരു പ്രശ്നമൊന്നുമില്ല, പാരിക്കൊരുത്തരും. അപ്പോൾ എനിവേസ് ഇല വന്നിട്ടുണ്ട് ഗൈസ് ഫൈനലി. അങ്ങനെ ഗൈസ്, നമ്മുടെ ഫുഡെല്ലാം സെർവ്ഡ് ആണ്. പരിപ്പ്, ചോറ്, ഇത്രയും കറികൾ, പപ്പടം ഞാൻ എക്സ്ട്രാ രണ്ടെണ്ണമായി. കഴിച്ചു നോക്കാം ഗൈസ്. പരിപ്പിൽ നമുക്ക് തുടങ്ങാം. പരിപ്പ് വിത്ത് എക്സ്ട്രാ നെയ്യ്, ലാവിഷായിട്ട് തന്നെ അങ്ങ് തുടങ്ങാം. ലെറ്റ് മീ ട്രൈ. നോട്ട് ബാഡ്. നമ്മൾ പപ്പടം എടുക്കുന്നു. പയറും പരിപ്പും നെയ്യും പപ്പടവും ചോറും മിക്സ് ചെയ്യുന്നു. ടേസ്റ്റ് കൊള്ളാം ഗൈസ്, നൈസ്. അതായത് ഗുരുവായൂരുള്ള പഴയടം കാറ്ററേഴ്സിൻ്റെ സദ്യയാണ്. അതിനെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ ജിബോജ? ഫേമസ് ആണ് ആൾക്കാർ. അപ്പോൾ എന്തായാലും നമ്മളത് ഫുഡ് അടിച്ചിട്ട് വരാം ഗൈസ്. ഗൈസ്, പായസം വന്നിരിക്കുകയാണ്. ഇവിടെ 2 ടൈപ്പ് പായസം. ഇവിടെ പാലടയും ബോളിയും. ട്രിവാൻഡ്രംകാർക്കൊരു സന്തോഷ വാർത്ത. കഴിച്ചിട്ട് ഞാൻ പറയാം. അതാ ട്രിവാൻഡ്രത്തിൻ്റെ ബോളിയുടെ എത്രയ്ക്കുണ്ടോ എന്ന്. നോട്ട് ബാഡ്, കൊള്ളാം ഗൈസ്. എന്തായാലും കഴിച്ചിട്ട് വരാം ഗൈസ്. പണ്ടത്തെ വീഡിയോ ഓർമ്മയുണ്ടോ? കഴിക്കുന്നവരുടെ എക്സ്പ്രഷൻ എല്ലാവരും. ഓക്കെ ഗൈസ്, എനിക്ക് മെയിൻലി വേണ്ട 2 പേർ ഇവരാണ് ഗൈസ്. ഹൗ വാസ് സദ്യ? നിന്നെ കണ്ടാൽ അറിയാം, എനിക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന്. ഫുൾ എൻജോയിങ് ആണ്. അങ്ങനെയുണ്ട് ഗൈസാണ്. അപ്പോൾ ഗൈസ് കൊള്ളാം. ചെറുക്കനും പെണ്ണ് സമാധാനമായിട്ട് കഴിക്കട്ടെ. ചെറുക്കനും പെണ്ണിൻ്റെയും പടങ്ങളാണ്. ഓ, നല്ല ഫോട്ടോസ് കേട്ടോ. ഓ ഗൈസ്, നല്ല ഫോട്ടോഗ്രാഫി. അയ്യോ ഹനങ്ങാൻ വയ്യ ഗൈസ്. നേരെ വണ്ടി അല്ലെങ്കിൽ ഉറങ്ങിപ്പോവും. നമുക്കൂടെ സ്ലീപ്പ്. അതർവൈസ് ജസ്റ്റ് ഗെറ്റ് ബാക്ക്. 3 hours. അങ്ങനെ ഗൈസ്, പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ണാടി നോക്കുന്ന പോലെ വ്ളോഗിൽ നോക്കിയിട്ട് പോകും. വ്ളോഗിന് വേണ്ടിയിട്ട് കഴിയാനി. ഹായ് പറടാ, ഹായ് പറ. വാട്ട്സ് യുവർ നെയിം? അർമാൻ. അപ്പോൾ ഗൈസ്, നമ്മളെ പരിപാടി കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് പോവാണ്. തളർന്ന് തരിപ്പണമായി 2 പേരും. ഇനി ഇവിടെ നിന്ന് കൊച്ചി വരെ എത്തണം. അപ്പോൾ ബൈ, കാണാം. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ പോവുകയാണ്. ബൈ ഗൈസ്, ബൈ 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 ഗൈസ്.